മെസ്സി ആരെന്നറിയാടാ നിനക്ക്? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാനുള്ള വ്യക്തിയാണ് മെസ്സി. പൈസ ഇട്ടായിട്ട് കാര്യമില്ല, കുത്തിയില്ല, ഗ്യാസ് ഇറങ്ങി കൂളിറങ്ങി, എന്നിട്ടും പുള്ളി ഇപ്പോഴും ഫാനിന്റെ മൂട്ടിലിരുന്ന് കാറ്റ് കൊള്ളും. എടാ കറണ്ട് ചാർജ് കൂടുകൂടാ. ഇങ്ങനെ ABC അറിഞ്ഞൂടാ ഫുട്ബോളിനെ കുറിച്ചിട്ട്. ഞാനേ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷേ അവിടെ ഇതുപോലത്തെ ഗ്രൗണ്ടും വലിയ ഗോൾ പോസ്റ്റ് ഒന്നുമില്ല. നമുക്കൊരു ചെറിയ ഗ്രൗണ്ട്, സർക്കാർ സ്കൂളല്ലേ, അവിടെ ഒറ്റ പോസ്റ്റേ ഉള്ളൂ. അതിലൊരു സഞ്ചി തൂക്കിയിട്ടുണ്ട്, അതാണ് ഗോൾ പോസ്റ്റ്. നമ്മൾ ഇങ്ങനെ ബോൾ അടിച്ച് ഗോൾ പോസ്റ്റ് ഇടും. അപ്പൊ ഈ സഞ്ചി എന്ന് പറഞ്ഞാൽ പൊത്ത സഞ്ചിയാണ് സർക്കാർ സ്കൂൾ, പഴയ സ്കൂളിൽ. ആ സഞ്ചിയുടെ ബോൾ ഒന്ന് തറയെ വീഴും, അപ്പോൾ ഒരു ഗോൾ. വീണ്ടും നമ്മളിങ്ങനെ ബോൾ അടിച്ചിടും, അപ്പോൾ ആ സഞ്ചിയുടെ ബോൾ തറയെ വീഴും, അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഗോൾ. സംഭവം മനസ്സിലായില്ലേ? അതായത് നമ്മൾ നിൽക്കരുത്, നമ്മൾ കാലിങ്ങനെ കയറ്റൂലേ, അതുപോലെ ബോൾ ഒന്ന് തറയെ വീഴും. അത് ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഫുട്ബോളിനെ ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങള് ഇതുപോലൊരു മരക്കിഴങ്ങിനെ എങ്ങനെ കല്യാണം കഴിച്ച്? അതായത് ഇങ്ങനെ എന്നെ പെണ്ണ് കാണാൻ വന്നു തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ അടിച്ചൊരു സിസർ കട്ട്, അതിൽ ഞാൻ വീണുപോയി. സിസർ കട്ട് അടിക്കാൻ അറിയാമോ? സിസർ കട്ടാ? എടാ സിൽപ്പർ ചെരുപ്പ് പൊട്ടി എന്റെ കാല് കൊണ്ട് ഇങ്ങനെയായി. ഇങ്ങനെ മാമന്റെ കഷത്തിൽ ഡയറി ഇരുന്ന് ആ ഡയറി പൊങ്ങി മോളിപ്പോയി. മോളിലോട്ട് പോയപ്പോ എവിടെ പറയട്ടെ, ഞാൻ സിസർ കട്ട എന്തോ അടിച്ചെന്ന്.